ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കുറേ നാളത്തെ എൻ്റെ എന്നല്ല എൻ്റെ ഇക്കാടെയും കുറേ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം മണി 4 മണിയായിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് സെറ്റായി ഡ്രസ്സൊക്കെ മാറണം. അപ്പം ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പാലുകാച്ചാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും വീടിൻ്റെ പാലുകാച്ചാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം 4 മണിയായി 5 മണി സമയത്താണ് ഉസ്താദ് വരുന്നത്. 5:30 എന്തോ ആണ് ബാങ്ക്. അപ്പം ഉസ്താദ് വന്ന് നമ്മൾ കയറുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ വായോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനും എന്താ ഈ ഒരു റെഡ് കളർ ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ ഈ റെഡ് ചുരിദാറും ഒരു റെഡ് ഷർട്ടുമാണ് ഇടുന്നത്. അപ്പം ഏകദേശമൊക്കെ ഞങ്ങൾ സെറ്റായി. ഇനി ഇവിടുന്ന് പുതിയ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ഇക്കാടെ വീട്ടുകാരെ വിളിച്ചിട്ട് വരണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഡ്രോപ്പ് ചെയ്തിട്ട് വേണം അവരെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വായോ നമുക്ക് പോകാം. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ രാവിലെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സുബൈക്ക് നമ്മൾ ബാങ്ക് വിളിച്ചപ്പോഴത്തേക്ക് വാപ്പ ഞങ്ങളുടെ കയ്യിൽ താക്കോല് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താക്കോല് മേടിച്ച് രണ്ടുപേരും കൂടെ കതകൊക്കെ തുറന്ന് വലതുകാലം വെച്ച് അകത്ത് കയറുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഒരുപാട് നാളത്തെ നമ്മുടെ രണ്ടുപേരുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. അങ്ങനെ വലതുകാലം വെച്ച് കയറി ഉസ്താദ് ബാങ്ക് വിളിച്ച് പിന്നെ നിസ്കരിച്ചതിന് ശേഷം വന്ന് പാല് കാച്ചാൻ വേണ്ടി ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാല് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. പിന്നെ പാലൊക്കെ ഇളക്കി അതിന് ശേഷം പാല് തൂകി വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻറ്റ് മനസ്സിൽ. കാരണം എന്താ പറയുക, ഒരു പ്രൗഡ് മൊമെൻറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉസ്താദന്മാർക്ക് പാലും ഈത്തപ്പഴവും കൊടുത്ത് പിന്നെ കാപ്പിയായിട്ട് വെറോട്ടയും മട്ടൻ കറിയും ഒറട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോൾ നമ്മുടെ ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. നമ്മൾ അടുത്ത ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരെയും സ്വീകരിച്ച് അവിടെ ഇരിപ്പായി. പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഒരു സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ടാ.